ശാന്തി. ഞാൻ എന്ന നിർവചനം ഇതാണ് ജീവിതത്തിലെ വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും ഒരു താക്കോൽ. ഞാൻ എന്നതിനെ ഞാൻ എങ്ങനെ കാണുന്നു, എന്നെ ഞാൻ എങ്ങനെ മനസ്സിലാക്കുന്നു, അതിൻ്റെ ആധാരത്തിലാണ് ലോകത്തിലെല്ലാ മനുഷ്യന്മാരുടെ ജീവിതത്തിൻ്റെ വിജയം നേടിയിട്ടുണ്ടെങ്കിൽ അത് തോറ്റിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം. അതുകൊണ്ട് തന്നെയാണ് അഫർമേഷൻ അഥവാ ഒരു കാര്യത്തെ ആവർത്തിച്ചു പറയുക എന്നതിൻ്റെ പ്രാധാന്യവും. പണ്ടത്തെ കാലത്ത് ഋഷിമുനിമാർ തപസ്സനുഷ്ഠിച്ചിരുന്നതായിട്ടുള്ള കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അവർ ഏത് ദേവനെ അഥവാ ദേവിയെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിച്ചിരുന്നു അതിനെ ആദ്യം ഉച്ചത്തിൽ പറയുകയും പിന്നെ അവരുടെ ശ്രദ്ധയെ പൂർണ്ണമായി ആകർഷിച്ച ശേഷം അത് മന്ത്രിക്കും പോലെ പറയുകയും പതുക്കെ ശബ്ദത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളിൽ നിന്ന് ഉൾവലിഞ്ഞുകൊണ്ട് അത് ആന്തരികമായി ആ സ്വരൂപത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്ന അവസ്ഥയിലായിരുന്നു സാക്ഷാത്കാരം അവർക്ക് സംഭവിയാവുന്നുണ്ടായിരുന്നത്. ആവർത്തിച്ച് പറയുക എന്നുള്ളതായിരിക്കുന്ന അർത്ഥം വരുന്ന രീതിയിലാണ് മന്ത്രണ എന്ന ശബ്ദത്തിൽ നിന്ന് മന്ത്രം എന്ന ശബ്ദം ഉണ്ടാകുന്നത്. നമ്മുടെ ജീവിതത്തെ വിജയത്തിലേക്ക് നയിക്കാനുള്ളതായിട്ടുള്ള മന്ത്രം തന്നെയാണ് ഞാൻ ആര് എന്നതായിരിക്കുന്ന തിരിച്ചറിവ്, അഥവാ എനിക്കെന്താകണം എന്നതിൻ്റെ ക്ലിയർ പിക്ചർ. എനിക്ക് നാളെ ഇന്നതാവണം എന്നാഗ്രഹിക്കുമ്പോൾ ആവണം എന്നത് തന്നെയാണ് സത്യം, വി നോ ദാറ്റ്. പക്ഷേ നമ്മുടെ ഉള്ളിലേക്ക് നോക്കുന്ന സമയത്ത് എനിക്ക് ആവണം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ഉള്ളിൽ ഞാനതായിട്ടില്ല എന്ന് ഒരു വേറെ എനർജി ലെവൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏതൊരു കാര്യം പറയുമ്പോഴും നിങ്ങൾക്ക് ഞാൻ ഇന്നതാണ് എന്ന് നിങ്ങൾ നിശ്ചയിക്കുന്നുവെങ്കിൽ ആ നിശ്ചയത്തിൻ്റെ ആധാരത്തിലായിട്ടുള്ള തോട്ട്സ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ വിഷ്വലൈസേഷനിലൂടെ ആ അഫർമേഷനിലൂടെ അഥവാ ആ ഒരു കാര്യത്തെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഈവൻ നിങ്ങൾക്ക് അകത്ത് മാത്രം പറഞ്ഞുകൊണ്ട് ആ കാര്യത്തിന് എനർജി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്ക് നമുക്ക് ആദ്യം ആരും കേൾക്കാതെ മുറിയിലുള്ളിലിരുന്നിട്ട് നിങ്ങൾക്ക് ഒരുവിധം നല്ല ശബ്ദത്തിൽ, ഉറക്കിയല്ല ഒരുവിധം ശബ്ദത്തിൽ ഞാൻ ഇന്നതാണ്, ഞാൻ ഇന്നതാണ്, ഞാൻ ഇന്നതാണ് എന്ന്, ഞാൻ വിജയിയാണ്, ഞാൻ പവർഫുള്ളാണ്, ഞാൻ റിച്ചാണ്, ഞാൻ സമ്പന്നനാണ്, ഞാൻ ശക്തിശാലിയാണ്, ഞാൻ ആരോഗ്യവാനാണ്. ഇങ്ങനെ നിങ്ങളുടെ ആ സമയത്തെ നേടിയെടുക്കേണ്ട ആവശ്യം എന്താണോ ആ ആവശ്യത്തിനെ അത് ഞാൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നത്ര തവണ ആരും കേൾക്കാതെ, കാരണം ആരെങ്കിലും കേൾക്കുമ്പോൾ ഇപ്പോൾ ദരിദ്രനായിട്ടുള്ള ഒരാൾ ഞാൻ സമ്പന്നനാണ്, ഞാൻ സമ്പന്നനാണ്, ഞാൻ സമ്പന്നനാണെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ആൾക്കാർ നമ്മളെ പുച്ഛിച്ചേക്കാം, പരിഹസിച്ചേക്കാം, ചിരിച്ചേക്കാം. അത് നിങ്ങളുടെ ഉന്മേഷത്തെ, ഉത്സാഹത്തെ കളയാൻ കാരണമാകാതിരിക്കാൻ വേണ്ടി ആദ്യം പറയുന്നത് ആരും കേൾക്കാതെ ഒറ്റയ്ക്ക് മുറിയിൽ അടച്ചിരുന്ന് പറയുക. കുറച്ച് കഴിഞ്ഞ് പറഞ്ഞ് അതൊരു ലഹരി നിങ്ങൾക്ക് വരാൻ തുടങ്ങും. അവിടെ വിസ്പറിയും പോലെ, മന്ത്രിക്കും പോലെ. സാധാരണ ക്ഷേത്രങ്ങളൊക്കെ പോയി നോക്കിയാൽ പൂജിക്കുന്നത് കാണാം, ജപിച്ച് വെള്ളം കൊടുക്കുന്ന ആളുകൾ മന്ത്രിക്കുന്നത് കാണാം. പറയുന്ന കാര്യം എന്തെന്ന് എനിക്കറിഞ്ഞൂടാ. എനിവേ പറയുന്ന സമയത്ത് അവരുടെ ചുണ്ടുകളും ആ ശബ്ദത്തിൻ്റെ ഇങ്ങനെ മാത്രം നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും. അത് കാര്യം അവർ ഉച്ചരിക്കുന്നുണ്ട്, പുറത്ത് ശബ്ദത്തിൽ ഉച്ചരിക്കുന്നില്ല, പക്ഷേ അകത്ത് അവർ പറയും, അവരുടെ മന്ത്രിക്കും പോലെ ആ ശബ്ദത്തെ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ആ ലെവലിൽ സെക്കൻഡ് സ്റ്റേജിൽ നിങ്ങൾ പറഞ്ഞ് അത് വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. തേർഡ് സ്റ്റേജ് ആകുമ്പോഴത്തേക്കും പറയാതെ തന്നെ അതിൻ്റെ പൂർണ്ണമായ ഭാവത്തിൽ നിങ്ങൾക്ക് അകത്ത് ആ ചിത്രം കാണാനും അതിൻ്റെ എനർജറ്റിക്കായിട്ട് ഫീൽ ചെയ്യാനും പറ്റും. അതുകൊണ്ട് ഞാൻ എന്താവണം എന്ന് ആഗ്രഹിക്കുന്നു, ഞാനതാണ് എന്ന് പലതവണ നിങ്ങൾ തോട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുള്ളിൽ നിന്ന് പോകുന്നതായിരിക്കുന്ന വൈബ്രേഷൻ നിങ്ങൾക്ക് അതായിത്തീരാൻ വേണ്ടതായിരിക്കുന്ന സാഹചര്യം ഒരുക്കും. മറ്റുള്ളവരുടെ മനസ്സിൽ കൂടി നിങ്ങളതാണ് എന്നതായിരിക്കുന്ന ഒരു ഫീല് വരാൻ തുടങ്ങും. അത് നിങ്ങളുടെ എനർജിയെ അഗെയിൻ ആൻഡ് അഗെയിൻ മോട്ടിവേറ്റ് ചെയ്യും. അതുകൊണ്ട് ഞാൻ അതാണ് എന്ന്, ഞാൻ സമ്പന്നനാണ്, ഞാൻ ധനികനാണ്, ഞാൻ ആരോഗ്യവാനാണ്, ഞാൻ ശക്തിശാലിയാണ്, ഞാൻ വിജയിയാണ്, ഞാനൊരു ബിസിനസ് മാഗ്നറ്റാണ്, ഞാൻ ഏറ്റവും സക്സസ്ഫുള്ളായിരിക്കുന്ന പ്രൊഫഷൻ ലീഡ് ചെയ്യുന്ന ആളാണ്. ഈ രീതിയിൽ നിങ്ങളുടെ ലൈഫിലെ എന്താണോ ഘടകം ആ ഘടകത്തെ പലതവണ ആവർത്തിച്ച് നിങ്ങൾക്ക് ആദ്യത്തിൽ പറയുമ്പോൾ എനർജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ മുറിയിൽ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് കുറച്ച് ഉറക്കെ പറയുക, രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് മന്ത്രിക്കും പോലെ പറയുക, മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് പൂർണ്ണമായിട്ടും ഇൻറ്റേർണലായിട്ട് ചാർജ്ഡ് ആയിക്കൊണ്ട് ആ വിഷ്വലൈസേഷൻ കാണുക.
ഇത്രയും കാര്യം ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീമിനെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന കാര്യം വളരെ എളുപ്പമായിരിക്കും. ഇതൊരു വണ്ടർഫുള്ളായിട്ടുള്ള ടെക്നിക്കാണ്. ഇനി ചിലർ പറയും ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് ഓർക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഓർമ്മിക്കുക? ഫ്രീ ആണ്, ആരും അത് കാണില്ല കേൾക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ എനർജി ലെവലിൽ വീണ്ടും പെട്ടെന്ന് റീക്രിയേറ്റ് ചെയ്യാനുള്ളതായിട്ടുള്ള മെത്തേഡാണ് മന്ത്രിക്കുക. ഞാൻ സമ്പന്നനാണ്, ഞാൻ സമ്പന്നനാണ്, ഞാൻ സമ്പന്നനാണ്. ഈ രീതിയിൽ സ്വയം മാത്രം നിങ്ങൾക്ക് കേൾക്കുന്ന രീതിയിൽ നിങ്ങളുടെ ചെവിയിലാവുന്ന രീതിയിൽ പറഞ്ഞു നോക്ക്. വളരെ വേഗം നിങ്ങളത് പറഞ്ഞ് 2-3 സെക്കൻഡ് കഴിയുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ വിഷ്വലൈസേഷൻ, ഇത് പറയും മുന്നേ വിഷ്വലൈസേഷൻ എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ വേണമെന്നൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടു നോക്കണം. നമ്മുടെ വിഷനിൽ ഞാൻ സമ്പന്നനാണെങ്കിൽ ഏത് രീതിയിലുള്ള കാർ ഉപയോഗിക്കുന്നുണ്ടാവും, ഏത് രീതിയിലുള്ള വീടുണ്ടായിരിക്കും, ആ വീടിൻ്റെ മുന്നിൽ എൻ്റെ കാറിനോട് ഞാൻ ചാരി നിൽക്കുന്നതായിട്ടുള്ള എൻ്റെ രൂപത്തിനെയാണ് ഞാൻ എൻ്റെ വിഷ്വലൈസേഷനിൽ എൻ്റെ പിക്ചർ ഉണ്ടാക്കിയിട്ടുള്ളതെങ്കിൽ ആ പിക്ചർ പെട്ടെന്ന് ആക്ടിവേറ്റ് ആകും. അത് ആക്ടിവേറ്റ് ആവുന്നതോടുകൂടി ആ ടൈപ്പ് വൈബ്രേഷൻ നമ്മളൊന്ന് വരാൻ തുടങ്ങും. ആ മൊമെൻറ്റിൽ ഒരു പക്ഷേ ആ സിറ്റുവേഷനിൽ 10 രൂപ കയ്യിലെടുക്കാനില്ലാത്ത അവസ്ഥയിലാണ് നിങ്ങൾ ഈ തോട്ട് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ പോലും ഇതുണ്ടാക്കുന്ന എനർജി 100 രൂപ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതും ഈസി മെത്തേഡാണ്. വളരെ വേഗത്തിൽ അറിയുന്നതിൽ നിന്ന് അറിയാത്തതിലേക്ക്, ശബ്ദത്തിൽ നിന്ന് സൈലൻസിലേക്കുള്ളൊരു യാത്ര. ഇത് നിങ്ങളുടെ കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്യും, വിഷ്വലൈസേഷനെ ഈസിയാക്കും, ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എളുപ്പമാക്കും, എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ എളുപ്പമാവും. ഒരു സിമ്പിൾ ടെക്നിക്കാണ്, പക്ഷെ ഒരു വണ്ടർഫുൾ ടെക്നിക്കാണ്. നിങ്ങൾ തീർച്ചയായും ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കട്ടെ. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.